എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് വിളിച്ചത്. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ NDA നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സജീവമായി ഇടപെടേണ്ടതുമായിട്ടുള്ള തെരുവുനായി പ്രശ്നം, അത് ഞങ്ങൾ പരിഹരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ജനങ്ങളൊക്കെ തന്നെ ആദ്യമായി ചോദിച്ച കാര്യങ്ങളിലൊന്ന് തെരുവുനായി പ്രശ്നവുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ജനുവരി 30 മുൻപ് ആദ്യഘട്ട നടപടികൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 26 ഭരണസമിതി അധികാരത്തിൽ വന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും സെക്രട്ടറിയും ഇവിടുത്തെ സീനിയർ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്, അതായത് അനിമൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ്, അനിമൽ വെൽഫെയർ ബോർഡ്, അതോടൊപ്പം തന്നെ തെരുവ് നായ്ക്കളെയൊക്കെ തന്നെ വർഷങ്ങളായി സംരക്ഷിക്കാൻ താല്പര്യമുള്ള സംഘടനകൾ, ഇവരുടെയൊക്കെ തന്നെ ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ വച്ച് നടത്തിയ സുദീർഘമായ ചർച്ച, 2 മണിക്കൂർ നീണ്ടുന്ന യോഗത്തിൽ വെച്ച് നടത്തിയ സുദീർഘമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ABC കഴിഞ്ഞ നായ്ക്കളെ കൃത്യമായിട്ട് പരിപാലിക്കുവാൻ സാധിക്കുന്ന ഷെൽട്ടറുകളിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലരെ ഐഡൻറ്റിഫൈയും ചെയ്തു. ആ ഐഡൻറ്റിഫൈ ചെയ്ത ഷെൽട്ടറുകൾക്ക് അന്ന് നടന്ന മീറ്റിങ്ങിൽ ചില അനിമൽ വെൽഫെയർ ബോർഡിൻ്റെയൊക്കെ തന്നെ നിബന്ധനകൾ വെച്ചുകൊണ്ട് ചില കണ്ടീഷൻസ് പറഞ്ഞു. അടുത്ത ദിവസം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ, ബോർഡിൻ്റെ ചുമതലയുള്ളവർ, ഡോക്ടർ ഉൾപ്പെടെ ഈ ഷെൽട്ടറുകൾ പോയി സന്ദർശിക്കുകയും അവർ വിലയിരുത്തി തൃപ്തികരമായ മറുപടി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗം നടപടികൾ ആരംഭിച്ചു. അപ്പോൾ വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയുവാനുള്ളത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ 20-ാം തീയതി മുതൽ കോടതി പറഞ്ഞതനുസരിച്ച് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ പിടിക്കുകയും അതിനെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നടപടികൾ ABC ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത് കഴിഞ്ഞ ദിവസമായപ്പോൾ ഇന്നലെ ആയപ്പോഴേക്കും 50 നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ ആയപ്പോഴേക്കും മാറ്റി കഴിഞ്ഞു. അപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ 50 നായ്ക്കളെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തത്, ഇപ്പോൾ അതിൽ നായ്ക്കളെ പിടിച്ചിരിക്കുന്നത് പേരൂർക്കട മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പിടിച്ച 9 നായ്ക്കളുണ്ട്, ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് 5, മെഡിക്കൽ കോളേജിൽ നിന്ന് 3, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് 2 എണ്ണം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 11, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 3, കരിക്കകം ക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തുള്ള ഹൈവേയിൽ നിന്നും 1, വട്ടിയൂർക്കാവ് പോളിടെക്നിക്കൽ ഭാഗത്തു നിന്ന് 4 എണ്ണം, വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് 5, ശ്രീകാര്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് 4, കഴക്കൂട്ടം ഹൈവേ സൈഡിൽ നിന്ന് 3 എണ്ണം. അങ്ങനെ പിടിച്ച 50 എണ്ണത്തിനെയാണ് ഇപ്പോൾ ഷെൽട്ടറിലേക്ക് മാറ്റിയിരിക്കുന്നത്. അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതിനെ പിടിച്ചതിന് ശേഷം ആദ്യം ചെയ്തത്, നമ്മുടെ വണ്ടിത്തടത്തുള്ള ABC സെൻറ്ററിൽ കൊണ്ടുവന്ന് അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി മതിയായ ദിവസം വിശ്രമം കൊടുത്തു. അതിനുശേഷം ടിക് ഫീവറിൻ്റെ മരുന്ന്, അതായത് ഈ തെരുവിൽ നിന്ന് പിടിക്കുമ്പോഴതിനും മിക്കതിനും ചെള്ളിൻ്റെ അസുഖം ഉണ്ടാകും. അപ്പോൾ അതിനെ ഷെൽട്ടറിൽ കൊണ്ടുവന്നാൽ അവിടെയുള്ള ബാക്കി ഉള്ള നായ്ക്കൾക്കും പിടിച്ചിട്ട് ഇത് മരണപ്പെടുമെന്നുള്ള അവസ്ഥയുള്ളതുകൊണ്ട് നമ്മൾ ഒരാഴ്ച മുമ്പ് ഷെൽട്ടറിലേക്ക് മാറ്റുന്ന ഒരാഴ്ച മുമ്പ് തന്നെ ടിക് ഫീവറിൻ്റെ മരുന്ന് കൊടുത്തു. അതിനുശേഷം ആൻറ്റി റാബിസ് മെഡിസിൻ കൊടുത്തു. പിന്നീട് ഈ തെരുവിൽ നിന്നും കിട്ടുന്നതായതുകൊണ്ട് അവിടെ ഷെൽട്ടറിലെ ഭക്ഷണം കെനിയൻ ക്രീക്കാണ്, ഏറ്റവും നല്ല പെറ്റ് ഫുഡിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി പുലർത്തുന്ന ഒന്നാണ്. ഈ കെനിയൻ ക്രീക്ക് കൊടുത്ത് ശീലിപ്പിച്ചു. അതിനുശേഷമാണ് വേറെ വാക്സിനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷെൽട്ടർ ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് ത്രോംബോഫിറ്റ് വാക്സിൻ ഉണ്ട്, അതിന് കൊടുക്കാനായിട്ടുണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. ഇത് 20 ദിവസം ഈ ത്രോംബോഫിറ്റ് തുടർച്ചയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ കൂടാൻ വേണ്ടിയിട്ട്, അയണിൻ്റെ അംശമൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡോഗ്സിനെയും ഡീവാം ചെയ്തിട്ടുണ്ട്.
വിരയുടെ അസുഖം പലതിനും ഉള്ളത്, കുഞ്ഞുങ്ങൾക്കൊക്കെ വീർത്തൊക്കെ ഇരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഡീവോം ചെയ്യാനുള്ള മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തതിന് ശേഷമാണ് ഇതിനെ ഇന്നലെ കൊണ്ട് ഷെൽട്ടറിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാണ്. ഇതിൻ്റെ തുടർ നടപടികൾ വരാൻ പോകുന്ന ദിവസങ്ങളിലുണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസം നടത്തിയ പ്രവർത്തനങ്ങളുടെ ചില കാര്യങ്ങൾ ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ തന്നെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ചോദ്യങ്ങളുടെ ചോദിക്കും.
27/11/2025 ഇറക്കിയ ഒരു സർക്കുലറുണ്ട്. അതിൽ അതിൽ പറഞ്ഞിട്ടുണ്ട്, അതോറിറ്റീസ് ഷാൽ റിമൂവ് ഓൾ ദ stray dogs found within the premises of any such area and shift them to designated animal shelters. All the dogs must be taken out from the areas to be sterilized, vaccinated, and then kept in a shelter either maintained by the municipal corporations or in coordination with the local animal welfare organizations. അപ്പോൾ കോർപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷെൽട്ടറിലോ ഇത്തരത്തിലുള്ള സംഘടനകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഷെൽട്ടറിലോ പാർപ്പിക്കണമെന്നുള്ള അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉത്തരവനുസരിച്ച് മീറ്റിംഗ് നടത്തി തൃപ്തികരമെന്ന് വിലയിരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ കൊണ്ടുവരിക്കുന്നത്. ഇപ്പോൾ ഈ ഷെൽട്ടർ സ്ഥിതി ചെയ്യുന്ന പൂവാറിലാണ്. സംഗീത ലീസിനെടുത്ത സ്ഥലത്ത് കഴിഞ്ഞ 8-10 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഷെൽട്ടറാണ് പൂവാറിൽ. അവിടെയാണ് ഞങ്ങളിപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. ഈ മാധ്യമ സമ്മേളനം കഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് അവിടെ പോകാം, അതിനകത്തുള്ള വിഷ്വൽസ് എടുക്കാം, നായ്ക്കളെ കാണാം. അവിടെ ഒരു 10 മണി മുതൽ 5 മണി വരെയൊക്കെ വർക്കിംഗ് ടൈമിൽ എപ്പോഴും പോയി കഴിഞ്ഞാൽ, ഏത് ദിവസം പോയി കഴിഞ്ഞാൽ നായ്ക്കളെ കാണാം, നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, അവിടെയുള്ള നായ പരിപാലിക്കുന്നവരായിട്ട് സംസാരിക്കാം. സംഗീത ഇസ് ഹിയർ. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും സംഗീതയോട് ചോദിക്കാം. അത് തന്നെയാണ് അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉത്തരവ് വായിച്ചത്. ഞാനിപ്പോൾ ആ കൺഫ്യൂഷൻ വരുമെന്ന് വെച്ചിട്ടാണ് ആ ഉത്തരവ് ഞാൻ വായിച്ചത്. ഉത്തരവിൻ്റെ കോപ്പിയുണ്ട്. അതിൽ പാരഗ്രാഫ് ഡി നോക്കിയോ? ആ യെസ് പറയാം. അത് അന്ന് ഇപ്പോൾ ABC ചെയ്തതിനെ വീണ്ടും കൊണ്ട് തുറന്നു വിടാനുള്ള ഒരു പരിമിതിയുണ്ട്. വീണ്ടും ആക്രമണം കൂടും. അപ്പോൾ നമ്മൾ അന്നത്തെ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് തൃപ്തികരമായ മറുപടി തന്നവരുടെ ഷെൽട്ടർ വിസിറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് തീരുമാനമായി മിനിറ്റ്സ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുമായിട്ട് ഒരു എഗ്രിമെൻ്റ് വന്നിട്ടുണ്ട്. കോർപ്പറേഷനും ഈ ഷെൽട്ടർ നടത്തുന്നവരുമായിട്ട് അവർ രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ഒരു എഗ്രിമെൻ്റ് വന്നിട്ടുണ്ട്. ഇതൊരു പൈലറ്റ് പ്രോജക്റ്റാണ്. അപ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനൊരു എക്സാമ്പിളാണ്. ഇത് നടക്കുമ്പോൾ തന്നെ സൈമൾട്ടേനിയസ്ലി മറ്റുള്ള പല സംഘടനകളുമായിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ ഒരു കണക്കനുസരിച്ച് 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ നമുക്കൊരു 350-നും 400-നും ഇടയ്ക്ക് നായ്ക്കളെ നന്നായിട്ട് പാർപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകളിലും മീറ്റിങ്ങുകളിലും 7 ഏക്കർ സ്ഥലം, ഇപ്പോൾ സംഗീതം തന്നെ 7 ഏക്കർ സ്ഥലം ഒരു സ്ഥലത്ത് ലീസിന് എടുക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. 11 ഏക്കർ സ്ഥലമുള്ളവരുണ്ട്, 3 ഏക്കർ സ്ഥലമുള്ളവരുണ്ട്. അപ്പോൾ വിവിധ സംഘടനകൾ ഇങ്ങനെ പ്രപ്പോസലുകളായിട്ട് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ഡിസ്കഷൻ നടത്തിയിട്ട് NGOസുമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ കോർപ്പറേഷൻ്റെ നോംസ് അനുസരിച്ച് NGOസിനെ ഏൽപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം. ഇനി എങ്കിൽ മാത്രം കഴിയില്ലതിരിക്കട്ടെ, കോർപ്പറേഷൻ എന്ന സ്ഥലം ലഭിക്കുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും ഇഷ്യൂ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇതോടൊപ്പം തന്നെ ഈ ലീസിനെടുക്കുന്ന സ്ഥലത്ത് ഒരു അനിമൽ ക്രെമിറ്റോറിയവും കുറച്ച് കൂടുതൽ നായ്ക്കൾ, ഇപ്പോൾ ഒരു 5 എണ്ണമൊക്കെ ABC ചെയ്യാനുള്ള സംവിധാനം കോർപ്പറേഷൻ ചെയ്യുള്ളൂ. 5 or 6 ദിവസം നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു 50 എണ്ണമെങ്കിലും ചെയ്യണം. അതിനുള്ള ഒരു ABC സെൻറ്ററും ഒരു അനിമൽ ക്രെമിറ്റോറിയം കൂടി നമ്മുടെ പ്ലാനിലുണ്ട്. ഇപ്പോൾ ABC ചെയ്തിട്ട് നായ്ക്കളെ 50 എണ്ണത്തിന് ഞങ്ങളൊരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ളതിലേക്ക് അവിടെ ചെയ്തിരിക്കുകയാണ്. ഇതിന് ശേഷം ബാക്കിയുള്ള ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ട്. ഞങ്ങൾ എല്ലാ ഓപ്ഷൻസും നോക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം പല കോണുകളിൽ നിന്നും ഇത് നടപ്പിലാക്കാനുള്ള സഹായം ചെയ്യാം, ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ സമീപിക്കുന്നവരുമുണ്ട്. സംഗീതയെ പോലെ ഇതൊരു പാഷനായിട്ട് എടുത്ത ആൾക്കാരുമുണ്ട്. അവർക്ക് നമ്മൾ ചിലപ്പോൾ ഫുഡും എക്സ്പെൻസ് മാത്രം കൊടുത്താൽ മതി, ഒരു പാഷനായിട്ട് എടുത്തവർക്ക്. മറ്റുള്ളവർ ഒരു കൊമേഴ്സ്യൽ ആസ്പെക്റ്റിൽ സമീപിക്കുന്നവരുണ്ട്. അപ്പോൾ അത് വിദഗ്ധരുമായിട്ട് കൂടുതൽ ചർച്ചകൾ നടത്തണം, കോടതി ഉത്തരവുകൾ പരിശോധിക്കണം, അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഞങ്ങൾ എല്ലാ ചർച്ചകളെയും സ്വാഗതം ചെയ്യുന്നു. കാരണം ഇഷ്യൂ അഡ്രസ്സ് ചെയ്തോളൂ. ഇന്നിപ്പോൾ വെങ്ങാനൂർ വാർഡ് കൗൺസിലർ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു, ലതിക, UDF കൗൺസിലറാണ്. അപ്പോൾ അവർ പറഞ്ഞ് അവരുടെ വാർഡിൽ ആരോ വിഷം വെച്ചിട്ട് 10 നായ്ക്കൾ രാവിലെ ചത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതിൻ്റെ ജീവൻ ഉന്മൂലനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാത്രിയുടെ മറവിൽ പോകും. അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. ജനങ്ങൾ നിയമം കയ്യിലെടുക്കാനും പാടില്ല. അപ്പോൾ അതിനു മുൻപ് തന്നെ ജനങ്ങൾ ഇപ്പോൾ പല സ്ഥലങ്ങളിലും നല്ല അമർഷത്തിൽ, ഇപ്പോൾ കാട്ടായി പോകണം, LDF കൗൺസിലറാണ് സിന്ധു ശശി, അവരുടെ അവിടെ ആ പോലീസ് ഉദ്യോഗസ്ഥ നായ്ക്കളെ വളർത്തുന്നത് കാരണം ഒരു പ്രദേശത്തെ ജനങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഞങ്ങൾ വരാൻ പോകുന്ന ദിവസം ആദ്യത്തെ സ്റ്റെപ്പ് അവിടെയുള്ളതിനെ റിമൂവ് ചെയ്യും. നാളെയോ മറ്റന്നാളോ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ആ കാട്ടായി കോണത്തുള്ള അവിടുത്തെ കൗൺസിലറോട് സംസാരിച്ചു.
2-3 ദിവസത്തിന് അവിടെയുള്ള ആദ്യത്തെ ഘട്ടം 67 അറിയുന്നത്, അവിടെ റിമൂവ് ചെയ്യും. അങ്ങനെ ഈ വിഷയം അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ പരിഭ്രാന്തരാകും. ഇന്നിപ്പോൾ വളരെ വേദനയോടാണ് കേട്ടത്, 10 നായ്ക്കളെ വിഷം വെച്ച് കൊന്നിട്ടിരിക്കുന്നു, എന്തോ ചെയ്ത് കൊന്നിട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി കോർപ്പറേഷൻ വിൽ പവർ കൂടുതലും പോകും. ആ അല്ല, ഇപ്പോൾ സംഗീത ഒരു ചർച്ചയുടെ സമയത്ത് പറഞ്ഞു 7 ഏക്കർ പ്രോപ്പർട്ടി, അവർ ആ പ്രോപ്പർട്ടി പോയി കണ്ടിട്ടുണ്ട്, അതിൻ്റെ പ്രാഥമിക ചർച്ച കഴിഞ്ഞു എന്ന് പറഞ്ഞു. 7 ഏക്കർ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ 2500 നായ്ക്കളെ നന്നായിട്ട് പാർപ്പിക്കാം. 2500 നായ്ക്കളെ പാർപ്പിക്കാം. അവിടെ ഒരു ABC സെൻറ്റർ തുടങ്ങാം. അതെ, ഞാൻ അങ്ങ് ചോദിച്ച് പറഞ്ഞ എല്ലാം റിയാലിറ്റിയാണ്. നമ്മളെപ്പോലുള്ളവരെല്ലാം ഗ്രൗണ്ടിൽ ഫീൽ ചെയ്യുക. പക്ഷേ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ ഫേസ് ചെയ്യാനുള്ള വിൽ പവറാണ് ഭരണകൂടങ്ങൾ കാണിക്കേണ്ടത്. ഞങ്ങൾ അങ്ങനെ കൂട്ടായ ചർച്ചകൾ നടത്തി നിയമത്തിനകത്ത് നിന്നുകൊണ്ട്, ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി ഉണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് വിഷയം അഡ്രസ്സ് ചെയ്യുന്നത്. കൗൺസിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. എനിവേ വിഷയം അഡ്രസ്സ് ചെയ്യണം. അത് അഡ്രസ്സ് ചെയ്യേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ഞങ്ങളതൊന്നും ഒഴിഞ്ഞു മാറുന്നില്ല. ഞങ്ങൾ ഷെൽട്ടറിൽ ശാസ്ത്രീയമായി നിയമം പറയുന്നതനുസരിച്ച് നായ്ക്കളെ പാർപ്പിക്കാൻ സാധിക്കും. ആ നായ്ക്കൾ അവിടെ ഹാപ്പിയാണ്, കാണുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ ഭക്ഷണം കഴിച്ച് എന്തായാലും തെരുവിൽ ജീവിക്കുന്നതിനേക്കാൾ വളരെ നന്നായിട്ട് ഏറ് കൊള്ളണ്ട, തല്ലുകൊള്ളണ്ട, ആൾക്കാരെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കണ്ട, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, നല്ല മരുന്ന് കൊടുക്കുക, ഡിവാം ചെയ്യുകയാണ്. അതിന് വളർന്ന് അത് ഓടാനും കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു സ്ഥാപനത്തിന് പറ്റുന്നതെല്ലാം ഞങ്ങൾ തൃപ്തികരമായിട്ട് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിനൊരു ലാർജ് സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ചർച്ച ചെയ്യാം. ഞങ്ങളൊന്നും ഹൈഡ് ചെയ്യുന്നില്ല. യു ക്യാൻ ഗോ എനി ടൈം. ഇന്നിപ്പോൾ പത്രസമ്മേളനം കഴിഞ്ഞിട്ട് തന്നെ അവിടെ പൂവാറൂരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരത്തെ അവിടെ ജീവിക്കുന്ന നായ്ക്കളുടെ ഹെൽത്ത് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഇന്നലെ കൊണ്ട് കംപ്ലീറ്റ് അവിടെ കൊണ്ടിട്ട് 50 എണ്ണത്തിനെ കാണാം. അതുപോലെ തന്നെ ചിലതിന് അസുഖമുള്ളതുകൊണ്ട് ഐസൊലേറ്റഡ് വാർഡിൽ പാർപ്പിച്ചിരിക്കുന്നതിനെ കാണാം. അവിടുത്തെ ഫുഡ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, മെഡിസിൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ഹിയർ, ഡോക്ടർ ശ്രീരാഗ്, അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോഴത്തെ സെക്രട്ടറി, പുതിയ സെക്രട്ടറി ശ്രീമതി ബിനി വന്നതിന് ശേഷം ഇന്നലെ ഇന്നുമായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ വളരെ സജീവമായിട്ട് മിലങ്ങാന്ന് മുതൽ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. മുൻപ് സെക്രട്ടറി ആയിരുന്ന ജഹാംഗീർ ഈ ഭരണസമിതി വന്ന ഉടൻ തന്നെ ഭരണസമിതിയുടെ ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ വളരെ സജീവമായിട്ട് കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. സംഗീത രാത്രിയും പകലും ഒക്കെ അതിന് നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡോക്ടറുണ്ട്, സെക്രട്ടറി ഉണ്ട്, സംഗീതയുണ്ട്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൂടുതൽ വേണമെങ്കിൽ ചോദിക്കാം. ആ 50 തെരുവ് നായ്ക്കൾ ഈ ഷെൽട്ടറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞാൽ 67 തെരുവ് നായ്ക്കളെ കാട്ടായിക്കുളം കൗൺസിലർ വിളിച്ച് ഓർമ്മപ്പെടുന്നുണ്ട്. നമുക്കിപ്പോൾ പുതിയ ഭരണസമിതി വന്നിട്ട് നഗരത്തിലുടനീളം അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ എത്ര തെരുവ് നായ്ക്കളുണ്ട് എന്നുള്ളൊരു കണക്ക് എടുക്കാൻ പറ്റും. പുതിയ ഭരണസമിതി വന്നിട്ടൊരു കണക്കെടുത്തിട്ടില്ല. ഞങ്ങൾ മുൻപെടുത്ത അനുസരിച്ച് ഒരു 8500 നായ്ക്കൾ വരെ, 8500 9000 ഇടയ്ക്കുള്ള നായ്ക്കൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. അത് വേറെയും കുറഞ്ഞൊരിക്കുക. ഇപ്പോൾ എൻ്റെ വാർഡ് കൊടുങ്ങാനൂർ വാർഡിനും കാട്ടാക്കട മണ്ഡലത്തിനും ഇടയ്ക്കൊരു 6 ഉണ്ടായിരുന്നു. 6 കുറുകെ ഒരു പാലം വന്നതോടുകൂടി നായ്ക്കളൊക്കെ തന്നെ പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നുമില്ല, മറ്റേ 6 ആയതുകൊണ്ട് ചാടൂലായിരുന്നു, ഇങ്ങോട്ട് വരുന്നു, വന്നിട്ട് കുറേ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് പിടിക്കുമ്പോഴത്തേക്ക് ഇത് കാട്ടാക്കട പഞ്ചായത്തിൽ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ഒരു 8500 9000 ഉണ്ടെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അല്ല, നമുക്ക് ABC സെൻ്ററാണുള്ളത്. പേട്ടയിലും വണ്ടിത്തടത്ത് അവിടെ ഉണ്ട്. ഈ 2 സ്ഥലത്തും ഇപ്പോൾ എല്ലാ സമയത്തും അവിടെ ഉണ്ട്, ആൾക്കാരുണ്ട്. ഞങ്ങളിപ്പോൾ വണ്ടിത്തടത്ത് കുറച്ച് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഈ കാട്ടായിക്കുളത്ത് കൊണ്ടുവരുന്നതിനെ. ഇപ്പോൾ ഈ 50 എണ്ണത്തിനെ മാറ്റിയിട്ട് ഇന്നലെ ഇന്നൊക്കെ പിടിച്ച കുറച്ച് മാത്രമേ വണ്ടിത്തടത്തുള്ളൂ. കുറച്ചൊന്നും കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ കാട്ടായിക്കുളത്ത് കൊണ്ടുവരുന്നതിന് ഇടാൻ വേണ്ടിയുള്ള സ്ഥലം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെ ഉണ്ട്. അതായത് കഴിഞ്ഞ ദിവസം വെൽഫെയർ ബോർഡിൻ്റെ ഞങ്ങൾ നടത്തിയ മീറ്റിംഗ്, അതിന് പോർട്ടബിൾ ABC സെൻ്ററിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വരെ ജനുവരി 31 വരെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 31 കൊണ്ട് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വർക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അടുത്ത ദിവസം തന്നെ കോർപ്പറേഷനിൽ വരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
അന്നത്തെ സെക്രട്ടറിനെ ആവശ്യപ്പെട്ട് ഇപ്പോൾ പുതിയ സെക്രട്ടറി തന്നെ ഫോളോ അപ്പ് ചെയ്യും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു മിനിറ്റ് എന്തെങ്കിലും ഷെൽട്ടർ ഓണറോടോ ഡോക്ടറോടോ ചോദിക്കാണ്ടോ ടെക്നിക്കൽ കാര്യങ്ങൾ? അതിലെ കൊണ്ടുപോയ അൻപെണ്ണത്തിന് അതിലൊന്നും നോക്കാം. എന്തായാലും ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും. എനിവേ, ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി നിയമത്തിനകത്ത് നിന്നുകൊണ്ട് കോടതി ഉത്തരവുകളുടെയും അനിമൽ വെൽഫെയർ ബോർഡിൻ്റെയും ഒക്കെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നിയമം അനുസരിച്ചിട്ട് ഞങ്ങളത് അഡ്രസ്സ് ചെയ്യും. ആ, ടൈം ബൗണ്ടായിട്ട് ഉള്ളത് പറയാറായിട്ടില്ല. ഞാനിപ്പോൾ ജനുവരി 30 മുൻപ് ആദ്യഘട്ടം ഞങ്ങൾ നടപടി തുടങ്ങുമെന്ന് പറഞ്ഞല്ലോ, അത് ചെയ്തു. ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് 45 ദിവസത്തിനകം പ്രധാനമന്ത്രി വരുമെന്ന് പറഞ്ഞല്ലോ, അത് വന്നു. അതുപോലെ ഒരു സമയം പറയാൻ പറ്റുന്ന ദിവസം വരും, അപ്പോഴേക്കും പറയാം. അത് ഞങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടണം. സാമ്പത്തികം ഫണ്ട് ഒരു തടസ്സമല്ല. വിവിധ മേഖലകളിൽ നിന്നും ഫണ്ട് ഇക്കാര്യം വേണ്ടി കിട്ടാനുണ്ട്, അതുകൊണ്ട് അത് തടസ്സമല്ല. നായ്ക്കളെ കിട്ടാനും തടസ്സമില്ല. അത് ഈ രണ്ട് കാര്യങ്ങളും സമൃദ്ധമായിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ സമയം ഞാൻ പറയാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചെവിയിൽ മുറിവുള്ളതൊക്കെ വീണ്ടും പ്രസവിക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർ ശ്രീരാഘവൻ്റെയൊക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അവർ നന്നായിട്ടാണ്, വളരെ ഭംഗിയായിട്ട്. ഡോക്ടറൊക്കെ തന്നെ ഈ കാര്യം പറഞ്ഞതിന് ശേഷം ഹോളിഡേയ്സ് പോലും ശ്രീരാഘവൻ ഉൾപ്പെടെയുള്ള അവരുടെ ടീം ഫുൾ ഫീൽഡിലായിരുന്നു. നായെ പിടിക്കാനും മരുന്ന് കൊടുക്കാനും ഒക്കെ ആയിട്ട് രാത്രിയും പകലൊക്കെ അധ്വാനിച്ചു. രാവിലെ 5:45 വരെ ഡോക്ടർ എഴുന്നേറ്റ് ABC സെൻ്ററിൽ വന്ന കാര്യം എനിക്കറിയാം. ഞാൻ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് 5:45 വരെ ഡോക്ടർ അവിടെ ഉണ്ട് ഓൾറെഡി. ആ രീതിയിൽ കഴിഞ്ഞ ഒരു മാസം കഠിനാധ്വാനം നടത്തിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. കൂടാതിരിക്കാനായിട്ട് ABC ചെയ്യുക എന്നുള്ളതാണ് മാർഗം. പക്ഷേ ABC ചെയ്തിട്ട് തിരിച്ച് വീണ്ടും കൊണ്ടുവിടുന്നത് പരമാവധി ഒഴിവാക്കാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇതിനെല്ലാം ഏറ്റവും പ്രധാനം ജീവനക്കാരുടെ സഹായമാണ്. പക്ഷെ ജീവനക്കാർ നിങ്ങൾക്കെതിരെ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. രാവിലെ 1 മണിക്കൂർ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ സമയപരിധിക്കുള്ളിൽ തന്നെ ഒരു ഭരണസമിതിക്കെതിരെ ജീവനക്കാർ? അതായത് അത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനവും സ്വാതന്ത്ര്യമോ ഒക്കെ ഉണ്ടെങ്കിലേ ജനാധിപത്യം ചടുലമാവുകയുള്ളൂ. ഈ ജീവനക്കാരിയെ സ്ഥലം മാറ്റിയത് ഈ കോർപ്പറേഷന് പിരിയിട്ടതുകൊണ്ടാണോ, BJPക്ക് പിരിയിട്ടതുകൊണ്ടാണോ? ആരെ എവിടെ സ്ഥലം മാറ്റി? ഓഫീസർ ഷൈനിയെ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടറിയെ പഞ്ചായത്ത് ഡയറക്ടറിലോട്ട് മാറ്റി, കോഴിക്കോടത്തെ സെക്രട്ടറി ഇങ്ങോട്ട് മാറ്റി. ഈ സെക്രട്ടറി അവിടെ പിഴയിട്ടുണ്ടാണോ? അല്ലല്ലോ. അതൊക്കെ ഒരു ഭരണസമിതിയുടെ പ്രൊറോഗേറ്റീവാണ്, അല്ലേ? ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അത് മുൻപത്തെ സെക്രട്ടറിയാണ് മുമ്പത്തെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കും, പുതിയ സെക്രട്ടറിയോട് പ്രവർത്തിക്കും. അതൊക്കെ ഒരു വർക്കിംഗ് അറേഞ്ച്മെന്റ്, കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കണ്ടേ പ്രവർത്തനം, അതിനുവേണ്ടി ചെയ്യും. പ്രതികാര നടപടി എന്നാണ് ജീവനക്കാർ പറയുന്നത്. മേയർ രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ തിരിച്ചും അതേപോലെ നേരിടുന്നതാണ്. അല്ല, അതൊക്കെ ഞാനതാണല്ലോ നേരത്തെ ഞാൻ ദീപിയുടെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ പറഞ്ഞല്ലോ, ജനാധിപത്യം ശക്തമാവണമെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരണം. അതായത് നമ്മൾ ഓരോ അഭിപ്രായത്തിന് ആർക്കും തടസ്സം നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഞങ്ങൾ ചെയ്തൊരു സമരം ആരംഭം ചെയ്തത്. അതുകൊണ്ടല്ലേ ജനാധിപത്യം ചടുലമായത്. ഓക്കെ, നിങ്ങൾക്ക് ടെക്നിക്കൽ ചോദ്യമൊന്നുമില്ല, രാഷ്ട്രീയ ചോദ്യമേ ഉള്ളൂ. രണ്ടുപേരും ഒരുപാട്. അതായത് ഞാനിത് ചെയ്തത് ഇനി ഷെൽട്ടർ എവിടെയാണ്, ഷെൽട്ടർ ഉടമയാരാണ്, അങ്ങനെയൊന്നും തേടിപ്പോയി സമയം വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എപ്പോഴാണ് പൂവാറിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീത ഈസ് റെഡി, സംഗീത കൂടെ വരും. എന്തെങ്കിലും വേറെ ടെക്നിക്കൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ ശ്രീരാഗുണ്ട്, ശ്രീരാഗിന് ചോദിക്കാം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്. ഓക്കെ, ആണോ? നോക്കാം നമുക്ക്. എന്തോ ദൈവം, ഞാൻ അന്ന് തന്നെ ചോദിച്ചു. ഇപ്പം നമുക്കെതിരെ ഒരു പെറ്റിയൊന്നും ഇരിക്കട്ടെ, നമ്മൾ പിറ്റെന്തായാലും സന്തോഷം ഇപ്പം അടച്ചേക്കാന്ന് പറഞ്ഞിട്ട് പോകുമായിരുന്നെങ്കിലും നിയമത്തിൽ എല്ലാ ഓപ്ഷൻസും എല്ലാവരും നോക്കും. അപ്പം രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമല്ലേ? അവർ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും, ഞാൻ ജില്ലാ പ്രസിഡന്റ് ഫൈൻ വന്നിട്ടുണ്ട്. നിയമം എന്തൊക്കെയാണ് അനുവദിക്കുന്നത് അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ ഓപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരാളുടെ കേസിൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചാൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോകും, സെഷൻസ് കോടതി ശിക്ഷിച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതി പോകും, ദെൻ സുപ്രീം കോടതി പോകും. നിയമം ഉണ്ടല്ലോ ഇവിടെ. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പീൽ പോകാനുള്ളതൊക്കെ നിയമമുണ്ടല്ലോ, അത് പാലിക്കുകയാണ്. എന്തേ
നമ്മളെന്തിനാണ് അക്കാര്യത്തിൽ തെരുവ് നായ്ക്കളെ കൂട്ടിലടച്ച് ആവശ്യമില്ല നമ്മൾ. ഓക്കെ, താങ്ക് യു.